കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിൽ ഒക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. രണ്ട് കാര്യങ്ങൾ നടക്കുകയാണ്. ഒന്ന്, എല്ലാ വാതിലുകളും തുറക്കപ്പെടുന്നു, എല്ലാ ചങ്ങലകളും അഴിയുന്നു. എങ്ങനെയാണിത് സംഭവിച്ചത്? ഈ ഭാഗം നമുക്ക് ഇവർക്ക് പരിചിതമാണ്. ഫിലിപ്പിയൻ കാരാഗൃഹത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിനകത്ത് ഒരു രാത്രി അടച്ചിടുന്ന സാഹചര്യത്തിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. അവർ ദൈവത്തിന് മഹത്വം കൊടുത്ത ആ കഷ്ടതയുടെ സാഹചര്യത്തിൽ, ആ പ്രതിസന്ധിയുടെ മേഖലയിൽ അവർ ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ സ്തോത്രം, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടായി. സ്തോത്രം. ഭൂകമ്പം ഉണ്ടായതിൻ്റെ പരിസമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലുകൾ ഒക്കെയും തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞു വീണു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈതലേ, ഇതൊരു അക്ഷരീക തലത്തിൽ നടന്ന സംഭവമാണെങ്കിലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ വാക്കുകൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ശക്തിയുണ്ട്. പ്രാർത്ഥനകൾക്ക് ഭൂകമ്പത്തെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം കഴിയും. പ്രാർത്ഥനകൾക്ക് ചങ്ങലയെ അഴിക്കുവാൻ കഴിയും. പ്രാർത്ഥനകൾ വാതിലുകളെ തുറക്കപ്പെടുവാൻ തക്കവണ്ണം കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പിശാചോ മനുഷ്യനോ നിൻ്റെ മുമ്പിൽ വാതിലുകളെ അടച്ചിട്ടുണ്ടെങ്കിൽ ആ അടച്ച വാതിലിനെ തുറക്കാൻ കഴിയുന്ന ആയുധമാണ് ദൈവമക്കളായി നമ്മളുടെ പ്രാർത്ഥനയെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താൻ, ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്താൻ, ദൈവത്തിൻ്റെ കരുണയെ വെളിപ്പെടുത്താൻ ഇന്ന് ഈ ദിവസങ്ങൾ നിങ്ങൾ തയ്യാറാകണമെങ്കിൽ, ദൈവത്തിന് അതിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എന്ന ആയുധത്തെ നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വാതിലുകൾ തുറന്നു. മൂന്നാമത്തെ കാര്യം അവിടെ പറയുന്നത്, സ്തോത്രം, പ്രാർത്ഥിച്ചപ്പോൾ അവർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ മേൽ നിന്ന് ചങ്ങല അഴിഞ്ഞു മാറി. ചങ്ങല എങ്ങനെ അവരുടെ മാത്രമാണ് അഴിഞ്ഞത്? അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഇവിടെ നടന്നത് സ്തോത്രം പൗലൂസിൻ്റെ വിടുതൽ മാത്രമല്ല, ശീലാസിൻ്റെ വിടുതൽ മാത്രമല്ല, ആ കാരാഗൃഹത്തിനുണ്ടായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിടുതൽ അവിടെ നടക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറാം. ദൈവത്തിൽ ആശ്രയിക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ, ദൈവത്തെ പാടി സ്തുതിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ചങ്ങലകൾ അഴിയും. പ്രൈസ് ദി ലോർഡ്. വാതിലുകൾ തുറക്കപ്പെടും. പൈശാചികൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാൻ തക്കവണ്ണം ഇടയാകും. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകിനെ മറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.